നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. പെരുന്നാൾ ആഘോഷ ദിനങ്ങളിൽ നഗര ശുചിത്വം പാലിക്കുന്നതിന് സൂപ്പർവൈസർമാരും സാനിറ്റേഷൻ എഞ്ചിനീയർമാരും അടക്കം 3150 പേർ രംഗത്തുണ്ടാകുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഹൈവേകൾ, റെസിഡൻഷ്യൽ മേഖലകൾ, മാർക്കറ്റുകൾ, ബീച്ചുകൾ, ജലപാതകൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയടക്കം എല്ലാ സംവിധാനങ്ങളും സംഘം ശുചീകരിക്കും. ശുചീകരിക്കുന്ന റോഡുകളുടെ ആകെ നീളം ഏതാണ്ട് 2300ഓളം കിലോമീറ്റർ വരും. ഹജ്ജ് മതപരമായ അനുഷ്ഠാനമാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയല്ലെന്നും അറഫ പ്രഭാഷണത്തിൽ മക്ക ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ മാഹിർ അൽ ഐഖലി വ്യക്തമാക്കി. ഇന്ന് ഉച്ചയ്ക്ക് 20 ലക്ഷത്തിലധികം തീർത്ഥാടകരെ സാക്ഷി നിർത്തി മസ്ജിദുന്ന മിറയിൽ നടത്തിയ അറഫ പ്രഭാഷണത്തിൽ ഫലസ്തീൻ ജനതയുടെ മോചനത്തിനായി നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാൻ ഇമാം ആഹ്വാനം ചെയ്തു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ ആശംസകൾ കൈമാറി. അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കുമാണ് അദ്ദേഹം ആശംസകൾ കൈമാറിയത്. യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻസുമായി, അതായത് UEFA-യുമായി കരാർ പുതുക്കി ഖത്തർ എയർവേസ്. UEFA-യുടെ എല്ലാ പുരുഷ ദേശീയ ടീം മത്സരങ്ങളുടെയും ഔദ്യോഗിക എയർലൈൻ പങ്കാളിയായി ഖത്തർ എയർവേസ് തുടരും. ജർമ്മനിയിൽ ഇന്നലെ ആരംഭിച്ച യൂറോ കപ്പിലെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളാണ് ഖത്തർ എയർവേസ്. ഈദിനോടനുബന്ധിച്ച് മാർക്കറ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ ആഘോഷാവസരങ്ങളിൽ അടിസ്ഥാന ഭക്ഷ്യ വിഭവങ്ങളുടെ വിലക്കയറ്റം തടയാനും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ് പരിശോധന. മാംസ, പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകളിലും ബന്ധപ്പെട്ടവർ പരിശോധന നടത്തും. പൂഴ്ത്തിവയ്പ്, വിലക്കയറ്റം എന്നിവ തടയുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കും. കുവൈറ്റിൽ താമസ നിയമലംഘകർക്ക് അനുവദിച്ച പൊതുമാപ്പ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. നിരവധി ആളുകൾ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടത്. കുവൈറ്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. 7 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മെഹബൂല 106-ാം സ്ട്രീറ്റിലെ ബ്ലോക്ക് 1-ലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷപ്പെടാനായി 2-ാം നിലയിൽ നിന്ന് ചാടിയവർക്കാണ് പരിക്കേറ്റത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. UK-യിൽ ഈസ്റ്റ് ലണ്ടന് സമീപത്ത് നിന്ന് 15 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ മലയാളി പെൺകുട്ടിയെ കാണാതായതായി പരാതി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കുട്ടിയെ കാണാനില്ല എന്ന പരാതി എസെക്സ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ കണ്ടെത്താൻ ഫോട്ടോ പതിച്ച അറിയിപ്പുകൾ പോലീസ് വ്യാപകമായി നൽകിയിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനാധിപനും പരിശുദ്ധ സുനഹദോസ് സെക്രട്ടറിയുമായ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ഇന്നലെ മുതൽ ജൂലൈ 1-ാം തീയതി വരെ ജർമ്മനി സെയിൻറ്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ സന്ദർശനം നടത്തുകയാണ്. ഇടവകയുടെ കീഴിലുള്ള ഫ്രാങ്ക്ഫർട്ട്, സ്റ്റുഗാർട്ട്, മ്യൂണിക്, എസ്സൻ എന്നീ നഗരങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ശ്ലീഹാന്മാരുടെ പെരുന്നാളുകൾക്കും അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിക്കും. അമേരിക്കയിലെ നാഷ്വില്ലിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സീൻ ഹെർമനെ ഡ്യൂട്ടിയിൽ ഇരിക്കെ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 1 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് നടപടി. സമ്മർ കൗണ്ടിയിലെ വസതിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഹെർമനെ സേനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തുടർന്ന് ക്രിമിനൽ കുറ്റം ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.